ചിക്കൻ ബ്രെഡ് റോൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ബ്രെഡിന് വേണ്ട സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അല്പം വാം മിൽക്ക് വേണം. ഒരു മൈൽഡ് ചൂടുള്ള 3/4 കപ്പ് പാലെടുത്ത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് നമ്മൾ മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് മൈദ ഞാൻ ഇടുന്നത്. 2 കപ്പ് മൈദയ്ക്കാണ് ഞാൻ 3/4 കപ്പ് പാലെടുത്തത്. അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കൈ കൊണ്ട് നന്നായിട്ട് 5-6 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ സ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ചേർത്ത് കുഴയ്ക്കാവുന്നതാണ്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, അധികം കുറച്ച് എണ്ണ ചേർത്താൽ മതി. ഇത് നന്നായിട്ട് കുഴച്ച് ഒരു 5-6 മിനിറ്റ് നേരം നീഡ് ചെയ്തിട്ട് നമുക്ക് ഇത് പൊങ്ങാനായിട്ട് വയ്ക്കണം. 5-6 മിനിറ്റെങ്കിലും നീഡ് ചെയ്യണം, എന്നാലേ ഉള്ളൂ ബ്രെഡ് നന്നായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്കൊരു ക്ലിങ് ഫിലിം കൊണ്ട് ഇത് കവർ ചെയ്ത് ഒരു വാം പ്ലേസിൽ എവിടെയെങ്കിലും ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കൻ നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പും ഇട്ട് ബോൺലെസ് ചിക്കനാണ് 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അത് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഷ്രെഡ് ചെയ്തെടുക്കണം. ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കൈ കൊണ്ട് തന്നെ ഷ്രെഡ് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അല്പം പെരുംജീരകം, വലിയ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാള അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത്തിരി ഉപ്പും ഇട്ട് നന്നായിട്ട് അത് ഇളക്കി വഴറ്റിയെടുക്കണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇടിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് മൂത്ത് കഴിയുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കുക. അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ മൈദ ഇട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് അത് നന്നായി മൂടി വെച്ച് അത് പാല് വറ്റുന്നിടം വരെ അത് വേവിക്കണം. ഇപ്പം പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദ എന്ന് നോക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് നോക്കി നല്ല ഡബിൾ ആയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിൻ്റെ ഇരട്ടിയായി. ഇനി ഇത് കൈ കൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് നീഡ് ചെയ്തെടുക്കണം. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ അല്പം മൈദയോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് കുഴച്ചെടുക്കും. ഞാനിവിടെ എണ്ണയാണ് കയ്യിൽ ഇച്ചിരി പുരട്ടി നന്നായിട്ടത് ഒന്നും കൂടി നീഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് നീഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇതുപോലെ മുറിച്ച് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഓരോ പോർഷനും കൊണ്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കി മാറ്റി വയ്ക്കാം. ഞാൻ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. നമ്മളിത് ഗ്യാസിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്, ഓവൻ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ ഓരോ ബോൾസും എടുത്ത് പരത്തി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് നിറയ്ക്കാം. നന്നായിട്ട് പരത്തുക. സ്ക്വയർ ഷേപ്പിൽ പരത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പരത്തുക. അങ്ങനെയാകുമ്പോൾ എളുപ്പമുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി ചീസും കൂടെ വെക്കുന്നുണ്ട്. ഒരു സ്ലൈസ് ചീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് 2 സൈഡും മടക്കിയിട്ട് പിന്നെ അപ്പുറത്തെ സൈഡും കൂടി മടക്കി ഉരുട്ടി ഇങ്ങെടുക്കണം. ഇതേ കണ്ടോ, ഇതുപോലെ ഇനി ഒന്നും കൂടെ ഇങ്ങ് മടക്കി റോൾസ് പോലെ ഇങ്ങോട്ട് എടുക്കണം. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ. ഇനി നമുക്കിത് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്ത് അതിനകത്തേക്ക് അല്പം എഗ്ഗ് വാഷും കൂടെ ചെയ്യണം. ഒരല്പം എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം 6 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്, പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ ബ്രെഡ് അങ്ങോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് 10 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇതുപോലെ പ്ലേറ്റ് കമത്തി വെച്ച് കമത്തി ഇങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞ് അടുത്ത സൈഡും കൂടെ ബ്രെഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി അടുത്ത സൈഡ് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പം 10-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രെഡ് റെഡിയാകും.
20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ടവലിട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഇരിക്കും. രുചികരമായ ചിക്കൻ ബ്രെഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ രുചികരമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മുടെ പാത്രത്തിൽ വെച്ച് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.